നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ചെകുത്താനെ എന്റെ കൺവെട്ടത്ത് നിർത്തണമായിരുന്നു. മാലാഖിയെ ദ്രോഹിക്കാതെ നോക്കാൻ വേണ്ടി ചെകുത്താനെ എനിക്ക് എന്റെ അരികിൽ തന്നെ നിർത്തേണ്ടതുണ്ടായിരുന്നു. പ്രിയ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്ന് മറ്റാരേക്കാളും അറിയാവുന്നത് എനിക്കാ. അവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ല, എന്ത് ചെയ്യാനും ഭയവുമില്ല. അവൾ ജയിലിൽ നിന്നിറങ്ങി സ്നേഹസദനത്തിൽ വന്നപ്പോ ഞാൻ ഞെട്ടിയത് എന്റെ പൂജയെ ഓർത്തിട്ടാ. പൂജയെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആ പ്രിയക്കുള്ളൂ. ജയിലിൽ നിന്നിറങ്ങിയ ആദ്യം ഓർക്കുക പൂജയെക്കുറിച്ചായിരിക്കും. പൂജയെ ഒതുക്കാൻ എങ്ങനെ സാധിക്കും, അവളെ ഇല്ലാതാക്കാൻ എങ്ങനെ സാധിക്കും, അതായിരിക്കും അവളുടെ ചിന്ത. അതിന് അവൾ ശ്രമിക്കുമെന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അമ്പരന്ന് നിന്നപ്പോഴാ അവൾ ചോദിച്ചത് ഞാൻ സ്നേഹസദനത്തിൽ നിന്നോട്ടെ എന്ന്. ആദ്യം ഞാൻ എതിർത്തു. പെട്ടെന്നൊരു സാധ്യത തെളിഞ്ഞു വന്നു. പ്രിയയെ സ്നേഹസദനത്തിൽ നിർത്തിയാൽ ഒരു ഗുണമുണ്ട്. അവളുടെ ഓരോ ചലനവും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അവളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് പ്രിയ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പൂജ അങ്ങേയറ്റം സുരക്ഷിതയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയയുടെ എല്ലാ ന്യായീകരണങ്ങളും ഞാൻ അംഗീകരിച്ചതുപോലെ തന്നെ നടിച്ചു. അങ്ങനെ പ്രിയ പൂജയ്ക്കൊരു ഭീഷണിയല്ലാതായി. ഇതേ എനിക്ക് പറയാനുള്ളൂ. മോനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. എന്റെ മാലാഖ മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ല എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ചെകുത്താനെ അവിടെ തന്നെ നിർത്തിയത്. എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എനിക്ക് സംഭവിച്ചോട്ടെ. ശരി മോനെ, ഇനി ഞാൻ പോവാ. അച്ഛാ, അച്ഛൻ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ആരിലൂടെയും ഒരു സാഹചര്യത്തിലൂടെയും പ്രിയ എന്റെ ഈ ലക്ഷ്യം അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് അപവാദവും ശകാരവും കേട്ടാലും സാരമില്ല, എന്റെ പൂജ പോൽ സുരക്ഷിതയായിരിക്കണം. അതുകൊണ്ടാ ഈ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചത്. അച്ഛാ, മാപ്പ് മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ചേച്ചി, ഒരു കൊറിയർ ഉണ്ട്. ആനന്ദ് എന്റെ ഹസ്ബൻഡാ. ഇതിലൊരു ഒപ്പിട്ടെ. ശരി. ആനന്ദേട്ടന്റെ പാഴ്സലൊന്നും സാധാരണ വീട്ടിൽ വരാറില്ലല്ലോ. എന്താ മോളെ ഇത്? അമ്മ, ആനന്ദേട്ടന് വന്ന പാഴ്സലാ. ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുത്തായിരിക്കും. ചേച്ചി പൊട്ടിക്ക്. പണ്ടേ ഈ വരുന്ന ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു കാണാൻ എനിക്കൊരു ഉത്സാഹ. പൊട്ടിക്ക്. അത് വേണ്ട, ആനന്ദിന് വന്നതല്ലേ, ആനന്ദ് തന്നെ പൊട്ടിക്കട്ടെ. മധു പറഞ്ഞതല്ലേ അമ്മേ, പൊട്ടിച്ചു നോക്കാം. അമ്മേ പാവാ. കൃഷ്ണമോക്ക് വേണ്ടി സാറ് വരുത്തിയതായിരിക്കും. ആനന്ദേട്ടൻ പറയുന്നുണ്ടായിരുന്നു മോക്ക് വേണ്ടിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന്.
ഇങ്ങനെ ഇതിപ്പൊ തന്നെ കൊണ്ടു കൊടുക്കാം. ഏ? ചേച്ചി ഇതാ ഒരു കത്ത്. ഗിഫ്റ്റ് അയച്ചാൽ ആനന്ദേട്ടൻ എഴുതിയതായിരിക്കും. എന്താ മാധുരി? ആനന്ദിന്റെ കുടുംബത്തിലെ എല്ലാവരും വായിക്കാനായിട്ടാ ഈ കത്ത് എഴുതുന്നത്. ഇതോടൊപ്പം വച്ചിട്ടുള്ള പാവ നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണമോളാണെന്ന് കരുതുക. ആ മോളുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്. സ്വാതി കേസിൽ നിങ്ങളുടെ വീട്ടിലെ പൂജ നടത്തുന്ന അന്വേഷണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. ഈ കേസിന്റെ പിന്നാലെ പോവാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മോൾ ജീവനോടുണ്ടാവില്ല, കൊന്നുകളയും. അയ്യോ അയ്യോ മാധുരി ചേച്ചി, മോളെ മാധുരി മോളെ, ശ്ശോ. മോളെ. മധു മധു പൂജയെ വിളിക്കേ. വിളിച്ചു പറ, ഒന്നും വേണ്ടെന്ന് തിരിച്ചു വരാൻ പറ. നമ്മുടെ വിധി അതെന്തോ ആയിക്കോട്ടെ. എന്റെ മോൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കാനായിരിക്കും തലയിൽ എഴുതിയിട്ടുള്ളത്. ഒന്നും വേണ്ട, നമ്മുടെ കൃഷ്ണമോക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മധു ഒന്ന് പൂജയെ വിളിക്കും. മധു, ദുഷ്ടന്മാരെയും ദുഷ്ടളെയും കൊണ്ട് ഭൂമിയൊക്കെ നിറഞ്ഞല്ലോ ഭഗവാനെ. നമുക്കിത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം. മധു, എന്തെങ്കിലും ഒന്ന് ചെയ്യും മധു. എനിക്കെന്റെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നാ. എന്റെ മധു ഒന്ന് പൂജയെ വിളിക്കേ. ചേച്ചി, പൂജ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കല്ലേ. പൂജ വരട്ടെ, വന്നിട്ട് കാര്യങ്ങൾ ആലോചിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണമോളേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒന്നും വേണ്ട. നമ്മുടെ കൃഷ്ണമോക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവനോട് ആരും മറുപടി പറയും. ഇങ്ങനൊരു കത്ത് വന്നിട്ട് നമ്മൾ ആരും അനുസരിച്ചില്ലെന്ന് വെച്ചാൽ അവൻ നമ്മളോടല്ലേ ചോദിക്കൂ. മോളെ വിഷമിക്കാതെ, പൂജമോളെ നമുക്ക് അറിയിച്ചിട്ട് വെപ്രാളപ്പെടുത്തണ്ട. പൂജമോള് പേടിച്ചു പോകും. മോള് വരട്ടെ. ചേച്ചി, ഇപ്പൊ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ആരോ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയായി വരാൻ തുടങ്ങുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി പൂജയെ സൂക്ഷിക്കണം. പൂജയുടെ നേർക്കും ആക്രമണം ഉണ്ടാവും. മധു പറയുന്നൊന്ന് അനുസരിക്ക്. പൂജ ഒന്ന് വിളിക്കും മധു. ചേച്ചി, കനയിച്ച് പറഞ്ഞതുപോലെ പൂജ വെപ്രാളപ്പെടുത്തണ്ട. പൂജ സാവകാശം വരട്ടെ. മധു, മോളെ ഒന്ന് നോക്കിട്ട് വരുമോ? അല്ലെങ്കിൽ മോളുടെ അടുത്ത് കുറച്ച് പോയി നിൽക്കോ? അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. മോളെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വിഷമിക്കാതെ. ചിലപ്പോ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും അയച്ചതായിരിക്കും. പറ്റിക്കാൻ വേണ്ടിട്ട് ആരും ഇങ്ങനൊന്നും ചെയ്യില്ല ചേച്ചി. ഇത് പക വെച്ചിട്ട് തന്നെയാ. എനിക്ക് എന്റെ കൃഷ്ണമോളെ കാണണം. ചേച്ചി വാ, നമുക്ക് മോളെ കാണാം. ഈശ്വര, അന്ന് ജ്യോത്സ്യം പറഞ്ഞ് കൃത്യമായിട്ട് സംഭവിക്കുകയാണല്ലോ.